ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കിലെ കാഴ്ചകൾ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പതിയെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. മൂന്നാറിലിപ്പം നല്ല തണുപ്പുള്ള സമയമാണ്, മഴക്കാലമാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി. നാഷണൽ പാർക്കിൻ്റെ ഒരാൾക്ക് 200 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ കാണുന്ന ബസ്സിൽ കയറി നമുക്ക് നാഷണൽ പാർക്കിലേക്ക് പോകാം. 4 കിലോമീറ്റർ ദൂരമുണ്ട് നാഷണൽ പാർക്കിലേക്ക്. 4 കിലോമീറ്റർ നമുക്ക് ഈ ബസ്സിൽ നമുക്ക് പോകാം. ഞങ്ങൾ ബസ്സിൽ കയറി പോകുന്ന വഴിക്ക് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. ഇത് ആനമുടിയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയി വണ്ടികൾ ഇവിടെ സൈഡാക്കി. ഇവിടം വരെയുള്ളൂ ബസ്സൊക്കെ. ഇതിന് ശേഷം നമുക്ക് 1 കിലോമീറ്ററും കൂടെ നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഈ ബസ്സിൽ തന്നെ കയറി തിരിച്ച് നമുക്ക് മടങ്ങുകയും ചെയ്യാം. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. പ്രൈവറ്റ് വാഹനങ്ങളിലൊന്നും തന്നെ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കില്ല. അവർ നിർദ്ദേശിക്കുന്ന ബസ്സിൽ കയറി മാത്രമേ ഇങ്ങോട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ അങ്ങ് നടക്കാൻ തുടങ്ങി. 1 കിലോമീറ്ററും കൂടെ നടക്കാനുണ്ട് മുകളിലേക്ക്. ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. മുന്നിൽ ചെറിയൊരു ഷെഡ് പോലെ ഒരു നിർമ്മാണമൊക്കെ ഉണ്ട്. ഈ മുകളിൽ കാണുന്നതാണ് ആനമുടി എന്ന് പറയുന്ന പർവ്വതം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. ഇരവികുളം നാഷണൽ പാർക്കിലെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇരവികുളം ദേശീയോദ്യാനത്തിന് തെക്ക് ഭാഗത്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്റർ ഉയരമുള്ള ആനമുടി തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ആനമുടി ഉള്ളത്. മൂന്നാർ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ മറ്റൊരാകർഷണം എന്ന് പറയുന്നത് മഞ്ഞിൽ പുതച്ചു മൂടി നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായി അതൊക്കെ കാണാം. ഇപ്പം നല്ല കോടമഞ്ഞിൻ്റെയൊക്കെ സമയമാണ്. ഇതൊരു മഴക്കാലമാണ്. ജൂൺ മാസമൊക്കെ കഴിഞ്ഞ് ജൂലൈയിലേക്ക് കയറിയ ഒരു സമയമാണ്. ഈ ഒരു സമയം സീസൺ ടൈം അല്ല. ഇതെല്ലാം മഞ്ഞിൽ കുളിച്ചാണിപ്പോൾ ആനമുടിയൊക്കെ നിൽക്കുന്നത്. ഇത് ആനമുടിയുടെ മുകളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാമറ ആയിട്ട് വരുന്ന ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് പർദീസയാണ് ഈ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മഴക്കാല സമയം ആയതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഈ സമയം ഒരു സീസൺ ടൈം അല്ല. ഇടവിട്ടുള്ള മഴയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ അധികമായി ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട് എത്തിച്ചേരുന്നില്ല. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് വരയാടുകൾ. ഞങ്ങൾ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരയാടുകളെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. വംശനാശത്തിൻ്റെ വക്കിലെത്തിയ വരയാടുകൾ ഉള്ള ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശത്താണ് ആനമുടി ഉള്ളത്. സാഹസിക മലകയറ്റക്കാർക്ക് പ്രിയങ്കരമാണ് ആനമുടി. ആനമുടിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കാറുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.